മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ എൻഐഎ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്നാണ് എൻഐഎ അറിയിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എത്ര ദിവസത്തേക്കായിരുന്നു ഈ ഒരു തഹാവൂർ റാണയെ എൻഐഎയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത്? ചോദ്യം ചെയ്യലിൽ ഇതുവരെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? നിലവിൽ റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻഐഎ വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റാണ ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ റാണ നിലവിൽ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻഐഎ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതാണ്ട് ദിവസവും 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയൊക്കെയാണ് റാണയെ ഇപ്പോൾ ഈ എൻഐഎ സംഘം ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അടക്കമുള്ളവരുമായുള്ള ബന്ധവും അതിൻ്റെ എൻഐഎക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളൊക്കെ എൻഐഎയുടെ പക്കലുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പ്രധാനമായും നടക്കുന്നത്. മാത്രമല്ല എൻഐഎ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുംബൈ ഭീകരാക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഈ ഡി കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാളെയാണ് ഈ റാണ ദുബായിൽ വെച്ച് കണ്ടത് എന്നുള്ള സൂചനകളൊക്കെ എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഡി കമ്പനിക്ക്, ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിക്ക് മുംബൈ ഭീകരാക്രമണത്തിലുള്ള പങ്ക് എന്താണ് എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാണ കൊച്ചിയിലേക്കും എത്തിയിരുന്നു. അപ്പോൾ കൊച്ചിയിൽ എത്തിയ ഘട്ടത്തിൽ അയാളെ ചിലർ സഹായിച്ചിരുന്നു. അതും ഈ ഡി കമ്പനിയുമായി ബന്ധമുള്ള ആളാണ് എന്നുള്ളൊരു നിഗമനം പോലീസ് ഈ എൻഐഎക്കുണ്ട്. അത്തരത്തിൽ ഈ ഡി കമ്പനിയിലേക്ക് കൂടി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കൊപ്പം തന്നെ ദാവൂദ് ഇബ്രാഹിമിലേക്ക് കൂടി അന്വേഷണം ഇപ്പോൾ എൻഐഎ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിവരം പുറത്തേക്ക് വന്നിരിക്കുന്നത്, അതുപോലെ ഈ മുംബൈക്ക് സമാനമായി തന്നെ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും ഈ റാണ ഈ ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും എൻഐഎ അക്കാര്യങ്ങൾ കൂടി വിശദമായി തന്നെ റാണയോട് ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഈ എൻഐഎയുടെ കയ്യിലുള്ള തെളിവുകൾ അടക്കം വ്യക്തത വരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റാണയെ കൊച്ചിയിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം റാണ കൊച്ചിയിൽ ഈ മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് എത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഈ മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും റാണയെ ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യവും ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. കാരണം സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വ്യക്തമല്ല. ഏതായാലും അത്തരം നീക്കവും എൻഐഎയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കുമെന്നാണ് സൂചന ഉള്ളത്. ഏതായാലും 18 ദിവസത്തെ കസ്റ്റഡിയിലാണ് എൻഐഎ കോടതി റാണയെ എൻഐഎക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് റാണയെ കസ്റ്റഡിയിൽ വിട്ടത്. ഏതായാലും ചോദ്യം ചെയ്യൽ സജീവമായി തന്നെ തുടരുകയാണ്. 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെയാണ് ചോദ്യം ചെയ്യൽ പോകുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലിനോട് ഇപ്പോഴാണ് സഹകരിക്കുന്നുണ്ട് എന്നാണ് എൻഐഎ വ്യക്തമാക്കുന്നത്.